വാർത്തകളിലേക്ക്. യമനിലെ ജയിലിൽ നിമിഷപ്രിയയെ കണ്ട ശേഷം അമ്മ പ്രേമകുമാരിയുടെ പ്രതികരണം മീഡിയ വണ്ണിന്. മമ്മി എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. സഹതടവുകാരെയും ജയിൽ ഉദ്യോഗസ്ഥരെയും മകൾ പരിചയപ്പെടുത്തി. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ പരസ്പരം വിളമ്പിക്കഴിച്ചു. അധികൃതരുടെ കൃപയാൽ മകൾ സുഖമായിരിക്കുന്നു. യമൻ സർക്കാരിന് നന്ദിയെന്നും പ്രേമകുമാരി പറഞ്ഞു. 12 മണിയാകുമ്പോൾ ഞങ്ങൾ ജയിലിൽ ചെന്നു. അവിടെ കുറേ സമയം വെയിറ്റിങ്ങിൽ നിർത്തി. പക്ഷേ അവിടുത്തെ ഭാഷകളൊന്നും അറിയാത്ത എനിക്കും ഈ പ്രായം വരെ ഞാനൊരു ജയിലിൻ്റെ മുമ്പിൽ പോയത് ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ വല്ലാതെ ഇതായിപ്പോയി. എൻ്റെ മോളെ കാണാൻ കഴിയില്ലേ എന്നുള്ള ഒരു വല്ലാത്ത വിഷമത്തിലായിരുന്നു. എങ്കിലും അവരെല്ലാം നിയമങ്ങളും കാര്യങ്ങളും പേപ്പറുകളൊക്കെ വർക്കുകളൊക്കെ അവർ സാറും എംബസിയിലുള്ള ഉദ്യോഗസ്ഥനും ഒക്കെ കൂടെ ചേർന്ന് ചെയ്ത് ഞങ്ങളെ അകത്തേക്ക് കടത്തി വിട്ടു. നിമിഷനെ കാണിച്ചു തന്നു. എന്നെ കൊണ്ട് അവർ ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് കസേരയിൽ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷേ ഇരിക്കാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെയും ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. അവൾ വരുന്നത് മറ്റേ നമ്മൾ പർദ്ദയൊക്കെ ഇട്ടിട്ട് അവൾ എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത്. എങ്കിലും നടന്നു വരുമ്പോൾ ഞാൻ എണീറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ മോളാണ്. ഓടി വന്ന് അവളെല്ലാം കെട്ടിപ്പിടിച്ചോ മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മോളെ കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈ പാതിക്കത്തെ ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടു. അപ്പോൾ അവിടെ കടക്കുന്നതിന് തടസ്സമായിട്ടായിരിക്കില്ല, എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നി അത് കടത്തിവിടാതെ തടസ്സമാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിന്നെ എനിക്ക് കാണാൻ ഇന്ന് നിന്നെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ എനിക്ക് കാണാൻ കിട്ടില്ല എന്നായിരുന്നു വിചാരിച്ചത്. എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അവൾ മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവളും കരയുവാണ് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ച് കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും അവൾ നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെ ഉണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്തു വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശപ്പ് മാറി. ഭക്ഷണം അവിടെ കൊണ്ടുവന്നു കഴിക്കാം. അപ്പോൾ അവിടെയുള്ളവർക്കും കഴിക്കാൻ സമയം വൈകുന്നേരമാണ്. 5 മണിയാകുമ്പോഴൊക്കെ അവർ ജോലി തീർത്തിട്ട് കഴിക്കുള്ളൂ. ഇവള് പാവപ്പെട്ട കുട്ടികളെ ഓർത്ത് ഇവൾക്കും വിശക്കണില്ല. അമ്മയെ കണ്ടപ്പോൾ വയറിനിറഞ്ഞു. അപ്പോൾ എന്തോ ജ്യൂസ് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് അത് കഴിക്കാൻ, ചായ കൊണ്ടുവന്ന് അത് കഴിക്കാൻ, കേക്ക് കൊണ്ടുവന്ന് അത് കഴിക്കാൻ. അപ്പോൾ എല്ലാം കുറച്ചെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് തരാനായിട്ട് അവൾ തയ്യാറെടുക്കുക. അത് ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ 5 മണിയും കൂടുതൽ വൈകിയെന്ന് തോന്നുന്നു. അത്ര സമയം വരെയും അവളോടുകൂടി ആയിരുന്നു അവിടെ. അവർ എല്ലാവരും അവളെ എണീറ്റ് കൂടെ വരുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയാണ്. നിമിഷനെ കൊണ്ടുപോകാണ് ഞാനെന്ന് വിചാരിച്ച്. അവളെ വിടാൻ തയ്യാറില്ല. അവർക്ക് അത്രയും വേണ്ടപ്പെട്ട നിമിഷമായി മാറിയിരിക്കുന്നു. യമൻ രാജ്യത്തിന് നന്ദി പറയാൻ എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുക. അത്രയും നല്ലൊരു രാജ്യം, അത്രയും നല്ലൊരു സംരക്ഷണത്തിൽ അവളെ ഇത്രയും ഒരു ഇത് വരാതെ ദൈവം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ആയിട്ട് കൊണ്ടുവന്ന ഒരേ ഒരു യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കണ്ട ശേഷമാണ് അമ്മ പ്രേമകുമാരിയുടെ പ്രതികരണം മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തായിരുന്നു അമ്മയുടെ പ്രതികരണം? ദിവ്യ, നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ വളരെ വൈകാരികമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. കാരണം നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം മകളെ അവർ കാണുന്നത്. ഒരുപാട് നിയമ വർഷങ്ങൾ അടക്കം മറികടന്ന് സുപ്രീം കോടതിയുടെ അടക്കം അനുമതി തേടിയാണ് അവർ ഒടുവിൽ യമനിലെത്തി സ്വന്തം മകളെ 12 വർഷത്തിന് ശേഷം കാണുന്നത്. ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷം. കാരണം യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുകയാണ്, യമൻ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. അപ്പോൾ
ഈ 12 വർഷങ്ങൾക്ക് ശേഷം ആ മകളെ കാണുമ്പോൾ അതൊരു വലിയ വൈകാരികമായ നിമിഷം കൂടിയാണ്. ഈ യമൻ പൗരനായ തലാലിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഈ സനായിലെ ജയിലിൽ 12 വർഷമായി സനായിലെ ജയിലിൽ നിമിഷപ്രിയ കഴിയുന്നത്. ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അമ്മയുടെ പ്രതികരണം മീഡിയ വണ്ണിന് ലഭിക്കുന്നത്. ഈ തുടക്കത്തിൽ ഈ ആദ്യത്തെ ഗേറ്റിലേക്ക് എത്തിയപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകും, അല്ലെങ്കിൽ മകളെ കാണാൻ സാധിക്കില്ല എന്നടക്കം താൻ കരുതിയെന്ന് അമ്മ പറയുമ്പോൾ പിന്നീട് മകളെ കാണാൻ സാധിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവിടെയുള്ള ജയിൽ അധികൃതർ അല്ലെങ്കിൽ സഹതടവുകാരെയൊക്കെ മകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മകളെ കാണാൻ സാധിച്ചു എന്ന് തന്നെ വലിയ സന്തോഷം. മകളെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. യമൻ സർക്കാരിന് നന്ദി എന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയുടെ പ്രതികരണം. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.